അതിൽ തന്നെ ഇട്ടേക്കണം. അത് ആ തോട് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം. എന്നിട്ട് അതിനകത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാലതിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. നമ്മളെ കാലിങ്ങനെ മുങ്ങിയിരിക്കത്തക്ക വിധത്തിൽ തന്നെ വെള്ളം വേണം അതിൽ. ഇനി ഒരു 20 മിനിറ്റ് കാലിങ്ങനെ ഡിപ്പ് ചെയ്ത് തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ആ നാരങ്ങയുടെ തോടെടുത്തിട്ട് നമ്മളെ കാലും നഖങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഡെഡ് സെൽസ് ഒക്കെ പോവാനും നെയിൽസിൽ ഈ യെല്ലോ കളറൊക്കെ നെയിൽ പോളിഷിൻ്റെ ഒരു യെല്ലോ കളർ ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് ആ ഒരു സ്റ്റെയിനൊക്കെ പോവാനായിട്ട് ഈ ലെമൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക. അതിനു വേണ്ടിയാ നെയിലിൻ്റെ വളർച്ചയ്ക്ക് ഹെൽത്തിനും എല്ലാം ലെമൺ ഒത്തിരി നല്ലതാണ്. അതിനാണ് നമ്മളിങ്ങനെ ലെമൺ വെച്ച് ആദ്യം തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ നെയിൽ ബ്രഷ് കൊണ്ട് നമ്മളെ നഖമൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കണം. മുക്കി വെക്കുമ്പോൾ തന്നെ ഒരുവിധം ഇതെല്ലാം അഴുക്കുകളെല്ലാം കാലിൽ നിന്ന് ആ വെള്ളത്തിലോട്ട് പിടിക്കും. ചൂടുവെള്ളമായതുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ സ്കിന്നും നെയിൽസും ഒക്കെ നല്ല കളറാവുകയും ചെയ്യും. നമുക്കത് മനസ്സിലാവും ചെയ്ത് നോക്കുമ്പോൾ. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്റ്റോൺ കൊണ്ട് നമ്മുടെ കാലിൻ്റെ പാദം ഒന്ന് നന്നായിട്ട് ഉരച്ച് ആ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് കളയാം. ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുത്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് സ്കിന്നിൽ ഡാമേജ് വരും. അതുകൊണ്ടാണ് ഈ നനച്ചു കൊടുത്തിട്ട് ചെയ്യുന്നത് നമ്മൾ. ഇനി നമുക്ക് ആ നെയിൽ ടൂൾ കൊണ്ട് നഖത്തിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ക്യൂട്ടിക്കിളിൻ്റെ ഭാഗത്തൊക്കെ അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ആ സ്കിന്നൊക്കെ ഒന്ന് താത്തി കൊടുക്കണം. അത് നമ്മുടെ സ്കിന്നിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ നെയിൽസിൻ്റെ കളറ് മാറുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ആ പിക്ചറിൽ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചതും ഇപ്പോൾ അത് 20 മിനിറ്റ് ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ചെയ്തപ്പോൾ കാണുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. രണ്ട് കാലും അതേപോലെ തന്നെ ചെയ്യാം.
കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം. ഇങ്ങനെ നനഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്നവർ കാണും. ഞാൻ പക്ഷേ വാസലിനാട്ടോ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് നെയിൽസ് ഒക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ആ ഡ്രൈനെസ് മാറാനും മോയ്സ്ചറൈസ് ചെയ്യാനോ നമ്മൾ വാസലിനോ ഏതെങ്കിലും ഫുഡ് ക്രീമോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ഇങ്ങനെ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ എനിക്ക് ചെരുപ്പിട്ടതിൻ്റെ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കൊരു ക്ലിയർ കോട്ട് അടിച്ചു കൊടുക്കാം. എല്ലാ വിരലിലും ഒന്ന് ക്ലിയർ കോട്ട് അടിച്ചു കൊടുക്കണം. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെയിൽ പോളിഷിൻ്റെ സ്റ്റെയിൻ നഖത്തിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഒരു ക്ലിയർ കോട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിൽ പോളിഷും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റിയൽ ബ്യൂട്ടിയുടെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് കളറാണിത്. മിക്കപ്പോഴും ഞാൻ കാലിൽ ഈ കളർ